കളർഫുൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്ത് ഡിഷാണ്? ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ക്യാബേജ് ഉപ്പേരി. ക്യാബേജ് ഉപ്പേരി അല്ല, തോരൻ. അയ്യോ, ക്യാബേജ് തോരൻ. സ്നേഹം കേട്ടോ, അതിന് കുറച്ച് സ്നേഹം. അതല്ല സ്നേഹം, പിന്നെന്ത് സ്നേഹം? ഉപ്പ് സ്നേഹം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. നമസ്കാരം, എല്ലാ അമൃത ടിവി പ്രേക്ഷകർക്കും ഈസ്റ്റേൺ രുചി ഓണത്തിലേക്ക് സ്വാഗതം. ഈസ്റ്റേൺ രുചി ഓണം പവേർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, അതെ, അപ്പോ ബാക്കി ഞാൻ പറയാം. ഞാനാണ് ഈസ്റ്റേൺ രുചി ഓണത്തിന്റെ ഒഫീഷ്യൽ ആങ്കർ. അയ്യോ അതെനിക്ക് അറിയാടാ, സത്യം. ഞാൻ ഈ കുക്കറി ഷോ കണ്ടപ്പോഴോ ഒരു ആവേശം അങ്ങ് കയറി. എന്റെ കയ്യിലാണല്ലോ എപ്പോഴും, എന്റെ കയ്യിലാണല്ലോ എപ്പോഴും ആയുധം. ഓക്കെ, ആവേശവും മനസ്സിലായി. ഞാൻ ഓർത്ത് ഞാനത് ഫുഡ് കഴിക്കാൻ പോയ താമസത്തിന് ആരാണ് ആങ്കർ ആയത്? അല്ല, അപ്പൊ എന്റെ ഫുഡ് മുഴുവൻ കഴിച്ചോ? കഴിച്ചു, ഫുഡ് മൊത്തം കഴിച്ചു. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഇനി ആരാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നൊന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സരിത ചേച്ചിയാണ്, സരിത ബാലകൃഷ്ണൻ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ്. ഇപ്പൊ ദേ യൂട്യൂബില് എന്താ പറയാ, കണ്ടന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുക്കിംഗ് എപ്പോഴാ തലക്ക് പിടിച്ചത്? കുക്കിംഗ് ചെറുതിലേ മുതൽ എനിക്ക് തലക്ക് പിടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതല്ലേ സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് ഇറങ്ങാതെ അങ്ങ് വിചാരിച്ചു. ഇപ്പൊ എന്ത് ഡിഷ് ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ ആയിരിക്കും. ചേച്ചി അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ ആയിരിക്കും ഫസ്റ്റ്ലി വരുന്നത്. ഞാൻ എന്റെ പ്രേക്ഷകരെ ഒന്ന് ഒഫീഷ്യലി വെൽക്കം ചെയ്തോട്ടെ? കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. യെസ്, വെൽക്കം ടു ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ. കൈയടിച്ചോ? സമ്മതിക്കണം കേട്ടോ, ഈ ആങ്കർ ചെയ്യുന്നവരുടെ കഴിവ്. ആണല്ലേ, എന്നെ കൊണ്ട് പറ്റില്ല. പ്രഷറൊക്കെ കേൾക്കുമോ? ഓക്കെ, ഞാൻ തന്നെ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. എന്റെ കൈ വിട്ടു. പക്ഷെ നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പൊ അധികം ഇനി ട്രൈ ചെയ്യണ്ട. കുക്കിങ്ങിൽ നല്ല കഴിവുണ്ടല്ലോ കുട്ടിക്ക്. അപ്പൊ ഇനി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താ എവിടെ ചെന്നാലും അടുക്കള പണി ചെയ്തോളാനാ പറയാ. അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്, നല്ല വിശേഷം. സുഖമായിട്ട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇനി കൂടുതൽ അങ്ങനെ ചേച്ചിനെ പറ്റി ഇങ്ങനെ ബ്രീഫ് ചെയ്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ ദിവസവും യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ റീലായിട്ടോ ചേച്ചിയുടെ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ്, കുക്കിംഗ് റിലേറ്റഡ് കോണ്ടന്റ് നമുക്ക് വരാറുണ്ട്. അപ്പം എന്താ പറയാ, പ്രേക്ഷകരായിട്ട് ഒരു കണക്ഷൻ ഓൾറെഡി ചേച്ചിക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, അങ്ങനെ മറക്കാൻ സമ്മതിക്കില്ല. പിന്നെ സീരിയലിലൂടെ തന്നെ നമ്മുടെ എന്താ പറയുക, കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ചേച്ചി. ആ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നെഗറ്റീവ് എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഓരോ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ കുക്കിംഗ് ആണെങ്കിലും വേറെ വേറെ റീലുകളായിട്ടാണെങ്കിലും ഇട്ടോണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എന്താന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അതെ, ശരിയാട്ടോ. യഥാർത്ഥത്തിൽ ഭയങ്കര പാവമായിട്ടുള്ള ചേച്ചിയാണ്. കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോഴാണ് പലർക്കും എനിക്കൊന്ന് കുറെ കമന്റ്സ് ഒക്കെ അങ്ങനെ, അല്ല ഇത്രയും പാവമായിരുന്നല്ലോ. പിന്നെ ഓക്കെ, അമൃത ടിവിയുടെ ഒരു സീരിയലിലേക്ക് ചേച്ചി വരുന്നുണ്ടല്ലോ. അത് പാവമായിട്ടല്ലേ? അത് പാവമായിട്ടല്ല, അല്ല, ചെറിയൊരു സങ്കടം. കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ക്ഷീണം നമുക്ക് യൂട്യൂബ് ചാനലില് തീർക്കും. നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. യെസ്, അപ്പൊ അമൃത ടിവിയിലെ ഈസ്റ്റേൺ രുചി ഓണം എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോ ചേച്ചിയുടെ മനസ്സിലേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയ എന്തെങ്കിലും ഡിഷ്? എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണമെന്നുള്ള. എന്റെ കളർഫുൾ എന്താണെന്ന് അറിയാം. ഓണായതുകൊണ്ട് നമുക്ക് അതൊന്നും ഇവിടെ നടക്കില്ല. അപ്പൊ ഞാൻ വെച്ചൊന്ന് കളർഫുൾ, അവിടെ കളർഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്ത് ഡിഷാണ്? ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ക്യാബേജ് ഉപ്പേരി. ക്യാബേജ് ഉപ്പേരി അല്ല, തോരൻ. അയ്യോ, തോരൻ. കുക്കിങ്ങിലുള്ള എന്റെ അറിവ് പ്രഷർ ഇപ്പൊ ഏകദേശം ചില സ്ഥലങ്ങളില് ഉപ്പേരി എന്ന് പറയും കേട്ടോ, തോരന് ഉപ്പേരി എന്ന് പറയാറുണ്ട്. അതാണ് എന്റെ നാട്ടിലേക്ക് ഉപ്പേരി എന്ന് പറയാറ്. അത് ഏത് സ്ഥലത്താണെന്ന് എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെ പറയണത് എറണാകുളം, ഇവിടെ പറയുന്നത് തോരൻ എന്നാണ് പറയുക. അതായത് തേങ്ങ ഇട്ടോ അതിൽ തോരന. ചേച്ചി ഉണ്ടാക്കാൻ വന്ന കളർഫുൾ തോരനാണ്. കളർഫുൾ എന്ന് പറയാൻ കാരണം ഈ ക്യാരറ്റും കൂടി വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ക്യാരറ്റ് ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ക്യാബേജ് തോരന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ നമുക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള എടുക്കുക. ഓക്കെ, പിന്നെ വേണ്ടത് ക്യാരറ്റ്, അത് കഴിഞ്ഞിട്ട് ക്യാബേജ്, പിന്നെ ഇത് മൂന്നും കൂടെ ഉള്ളി, തേങ്ങ, നമ്മുടെ ജീരകം, ഒരു 2 കഷ്ണം വെളുത്തുള്ളി ഒക്കെ കൂടിയിട്ട് നമ്മള് പച്ചമുളകും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കും. ഓക്കെ,
നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ക്യാബേജ് തോരൻ. ക്യാബേജും ക്യാരറ്റും ഉണ്ട് അല്ലേ? അപ്പൊ ക്യാബേജ് ക്യാരറ്റ് തോരൻ എന്നൊക്കെ പറയാം അതിന് വേണ്ടത്. അപ്പൊ ചേച്ചി, അപ്പൊ ഓണമൊക്കെയാണ്. അപ്പൊ ഒരു ഓണത്തിന്റെ ആ ഒരു സമയത്തുള്ള ആ ഒരു ഓർമ്മ എന്താ? മൊത്തത്തിലൊരു ബിസി കാലഘട്ടമായിരുന്നില്ലേ? തുടക്ക കാലഘട്ടങ്ങളിൽ നല്ല ബിസി ആയിരുന്നു. കാരണം നമുക്ക് ഓണം എന്താ ക്രിസ്മസ് എന്താന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു സമയമായിരുന്നു. കാരണം പുതുമുഖ ആകുമ്പോ നമുക്ക് നമ്മൾ അത്രയും എൻഗേജ്ഡ് ആവും. അതെ. അപ്പൊ ആ സമയം എനിക്ക് ഓണമൊക്കെ എന്റെ ലൊക്കേഷനിൽ തന്നെയായിരുന്നു. എത്ര വർഷം ഇങ്ങനെ ഓണ ലൊക്കേഷനിൽ തന്നെ ഇങ്ങനെ? ഇപ്പൊ ഇപ്പൊ 2 വർഷമായിട്ട് ഓണം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അതിന് മുന്നേ എല്ലാത്തിലും അല്ലടാ, ഇടയ്ക്കിടയ്ക്ക് ലൊക്കേഷനിലായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആങ്കറിംഗ് വിടാൻ കാരണം? ആങ്കറിംഗ് വിടാൻ കാരണം എന്താന്ന് വെച്ചാൽ കാരണം ഒരുപാട് ബാക്കിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് അത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടതുകൊണ്ടാണ്. രാത്രിയായിരുന്നു നമുക്ക് ഷൂട്ട്. അപ്പൊ എനിക്കിങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആയി. പഠിക്കാൻ ഭയങ്കര മടിച്ചാ. പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നിട്ട് അപ്പൊ എനിക്ക് അന്ന് പഠിച്ചു പറയണമായിരുന്നു, ഓരോ കാര്യങ്ങൾ പഠിച്ചു പറയണമായിരുന്നു. ഞാൻ നോക്കുമ്പോ ഞാൻ ക്യാമറയിലേക്ക് നോക്കിയാണല്ലോ നമ്മൾ പറയാ. ആങ്കർ ചെയ്യുമ്പോ ക്യാമറ ആയിരിക്കും നമ്മുടെ ലുക്ക്. അപ്പൊ ക്യാമറയിലേക്ക് നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ കാണും. എന്റെ കണ്ണ് ശരിയാണോ, എന്റെ ചുണ്ട് ശരിയാണോ, അതായിരിക്കും എന്റെ മൈൻഡിൽ പോവാ. അപ്പൊ മൈൻഡ് വിട്ടു. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ലാസ്റ്റ് ക്യാമറമാനും ഡയറക്ടറൊക്കെ പറഞ്ഞു, സരിത ഒരു കാര്യം ചെയ്യും, സരിത ആദ്യം ഒന്ന് പഠിക്ക്, എന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, അപ്പൊ നമ്മൾ റെഡിയാക്കാം. കാരണം ഇവരെല്ലാരും ഉറക്കം ഒഴിച്ചിരിക്കല്ലേ. ഞാൻ നോക്കാത്തത് എല്ലാരും ക്യാമറയുടെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ഞാനിരുന്ന് പഠിക്കുന്നു. അതോടുകൂടെ ഈ പരിപാടി നിർത്തി. ഓക്കെ, അത് പിന്നെ കഴിവുള്ള പരിപാടിയിലേക്ക് എന്നാലാവുന്നത് കൊണ്ട് ഏറ്റവും വലിയ കഴിവ് അഭിനയം പാചകത്തിലേക്കൊക്കെ ഇപ്പൊ അതേ തിളങ്ങി നിൽക്കാണ്. അപ്പൊ നമുക്കിനി പാചകം ചെയ്തുകൊണ്ടാകാം പുരാണം അല്ലേ? യെസ്. അപ്പൊ ഞാൻ ചേച്ചിക്ക് ഐശ്വര്യമായിട്ട് എന്റെ അമ്മോ ഇത്രയും വലുതോ? ഇത്രയും വലുത് ഞാൻ സാരില്ല. നമുക്ക് ഈസ്റ്റേൺ രുചിയണത്തിന് ഒരു കുറവും അമൃത ടി വി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കുറവ് നമുക്ക് വരാൻ പാടില്ല. കുറച്ച് വലിയ പ്ലേറ്റ് ആയിക്കോട്ടെ. ചേച്ചിനെ ഞാൻ സഹായിക്കാം. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം എണ്ണ. ഓക്കെ, സഹായിക്കാം എന്നല്ല, സഹായിക്കണം. യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഡിഷസ് ഒക്കെ ഇങ്ങനെ അത് ആരുടെ ആയിരിക്കും ഐഡിയാസ്, കോണ്ടന്റ് ഒക്കെ? ഞാൻ തന്നെയാട്ടോ. ആണോ? എണ്ണ നമ്മള് പാനിലേക്ക് ഒഴിച്ച് കുറച്ചൊന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കടുക്. ഓക്കെ, ചേച്ചി പറയുന്നതിന് പിന്നെ എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചി തന്നെ ഈ കടുക് വറക്കണോ അല്ലേ? വറക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കറിവേപ്പില, അതൊരു ചടങ്ങാണ്. യെസ്, കറിവേപ്പില അല്ലാതെ എന്താ ആഘോഷം? നമുക്കൊരു ചടങ്ങാണ്. ഓക്കെ, കറിവേപ്പിലേറ്റു. എടാ ഇനി ഇതിട്ടോടാ സവാള. ഈ സവാള ഓക്കെ ഇടട്ടെ. ആയിട്ടോ. സരിത ചേച്ചിയുടെ സ്പെഷ്യൽ ക്യാബേജ് പ്ലസ് ക്യാരറ്റ് തോരനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹം കേട്ടോ. അതിന് കുറച്ച് സ്നേഹം, എന്റെ കുറച്ച് സ്നേഹം, ചേച്ചിയുടെ കുറച്ച് സ്നേഹവും കൂടെ കിടക്കട്ടെ. അങ്ങനെയൊന്നും അല്ല, അതല്ല സ്നേഹം. പിന്നെന്ത് സ്നേഹം? ഞാനോർത്ത് എന്റെ സ്നേഹം ഇങ്ങനെ ഹൃദയം എടുത്തിട്ടു. നമുക്ക് സ്നേഹം എന്ന് പറയുമ്പോ അതല്ലേ ചേച്ചി, പാചകത്തിന്റെ ഒരു സ്നേഹം തന്നു കഴിഞ്ഞാൽ രുചി ഉണ്ടാവത്തില്ല. ഇടട്ടെ. ഇത് ക്വാണ്ടിറ്റി മതി. ഓക്കെ, അത് കറക്റ്റ് ആയിരിക്കും. ഇനി മറ്റേ ക്യാരറ്റ്. ഓക്കെ ആയിട്ടോ. യെസ്, നെക്സ്റ്റ് ക്യാരറ്റ് ആണ്. ഇനി ക്യാബേജ്. യെസ്. എന്ത് കിട്ടിയാലും കഴിക്കുമോ ചേച്ചിക്ക്? അങ്ങനെ ഈ എല്ലാ ഇങ്ങനത്തെ ഫുഡ് വേണം, അങ്ങനത്തെ ഫുഡ് വേണം, അങ്ങനെയൊക്കെ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും. എനിക്ക് എന്ത് കിട്ടിയാലും പോകും. ഇനി നമ്മുടെ പരിപാടി കുറച്ച് പണിയുണ്ട്. കെന്നെ എടുക്കുന്നോ അതോ ഞാൻ എടുക്കണോ? എന്താ പറഞ്ഞോ? എടുക്കാം. പറഞ്ഞു ചേച്ചി. നമ്മുടെ ജാറിലേക്ക് കുറച്ച് ആദ്യം ചെറിയുള്ളി ഇടണം. ചെറിയുള്ളി മൊത്തം ഇടണോ? മൊത്തം വേണ്ട, ഒരു 5 എണ്ണം മതി. 5 എണ്ണം മതി. ഓക്കെ, ജാറിലേക്ക് നമ്മൾ ചെറുള്ളി ചേർക്കാണ്. യെസ്, 5 എണ്ണം ഇട്ടു. എടാ ഇതിന്റെ മൂടി ഉണ്ടാടാ. അപ്പൊ നമ്മൾ കുറച്ചു നേരം മൂടി വെക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 5 ചെറുള്ളി ഇട്ടിട്ടുണ്ട്. 5 ചെറിയുള്ളി, ജീരകം, നല്ല ജീരകം. നമുക്ക് ഒരു നുള്ള് ജീരകം മതി, ഒരുപാട് വേണ്ട. ജീരകത്തിന്റെ ഫ്ലേവർ ഒരുപാടായാലും കൊള്ളില്ല. ഓക്കെ, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്ര മതി. ഓക്കെ, പിന്നെ ഒരു നുള്ള് ഉപ്പ്, കാരണം ഈ തേങ്ങയ്ക്കുള്ള ഉപ്പ് നമ്മുടെ ഇതിലില്ല. ഓക്കെ, അപ്പൊ ഒരു നുള്ള് ഉപ്പ് കേട്ടോ. ഓക്കെ, ഞാൻ എരിവിന്റെ ആളായതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതലിടും. ഓക്കെ,
എടാ എനിക്ക് ഈസ്റ്ററിന്റെ മഞ്ഞപ്പൊടി വേണം. ഓക്കേ. അങ്ങനെ ഇപ്പൊ നമ്മൾ തേങ്ങ ആഡ് ചെയ്യാണ്. തേങ്ങ നമ്മൾ ഇത്രയും മുഴുവൻ എടുത്തിട്ടില്ല, നമുക്ക് അത്ര ആവശ്യമില്ല. ഓക്കെ. നമ്മള് അരക്കല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പൊ നമ്മുടെ ക്രഷ് റെഡി ആയിട്ടുണ്ട്. യെസ്, നമ്മുടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന ചേരുവകൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി. പച്ചമുളകൊക്കെ സെറ്റ് ആയത് കണ്ടോ? അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നീരാവി നമ്മൾ പുറത്തേക്ക് കളയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ? പുതിയ ടിപ്പാണ്. ഞാനൊക്കെ എനിക്ക് നേരെ വെച്ചിട്ട് പുറത്തേക്ക് കളയരുത്. മാറ്റിക്കാം. ഓക്കെ. അതെന്താ ചേച്ചി? ആ നീരാവിയിലാണ് ഇതിന്റെ പകുതി ഗുണവും ചെന്നിരിക്കുന്നത്. മനസ്സിലായോ? ഞാനോർത്ത് മണം കിട്ടി അപ്പുറത്തുനിന്ന് ആൾക്കാർ വരാൻ വേണ്ടിയായിരിക്കുന്നു. നീരാവിയുടെ മണം കേട്ടെ വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ബാലൻസ് ഉള്ള നമുക്ക് എരിവ്, എനിക്കിത് എരിവ് പോരാ. കുറച്ച് ഈ പച്ചമുളക് ഞാൻ ഇടുക. പ്രേക്ഷകർക്ക് എന്തായാലും ചേച്ചി പറഞ്ഞ ഈ ടിപ്പൊക്കെ അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പൊ അറിയാത്തവരായാലും കമന്റ് ഇടണം. ഞങ്ങൾക്കിത് നേരത്തെ അറിയാൻ കെന്ന എന്നും പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നൊക്കെ എന്നാന്നും പറഞ്ഞു. എന്തായാലും നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ ഈ ടിപ്പ് അറിയാമെങ്കിൽ. ചേച്ചി താങ്ക് യു, എനിക്ക് ഈ ടിപ്പ് പറഞ്ഞു തന്നേനെ. വെൽക്കം. ഇട്ടോട്ടെ. ഇട്ടോ. കുറച്ച് ആൾക്കാര്, കുറച്ച് നാട്ടിലുള്ള ആൾക്കാര് ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് ഇറക്കും. ഇറക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ ഇറക്കും. ഞാൻ ഓർത്ത് വായിലേക്ക്. അയ്യോ അമ്മേ, ഇത് കോമഡി ആണോ അതോ വെളുപ്പാണോ? രണ്ടുമല്ല. ഞങ്ങളുടെ ഇറക്കാന്ന് വെച്ചാ കഴിക്കാന്നർത്ഥം. അതുകൊണ്ട് ഇറക്കാന്ന് വെച്ചാ എന്താന്ന് ഞാൻ ചോദിച്ചേ. അയ്യോ, ചേച്ചി ഇപ്പൊ ഗ്യാസ് ഓഫ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടി നമ്മള് മിക്സ് ചെയ്യാണ്. ഓക്കെ. ഒരു 2 കറിവേപ്പില, 2 കറിവേപ്പില, ചെറു ഗാർണിഷിംഗ് ഒക്കെ ഇരുന്നോട്ടെ. അത് ഇത് മൊത്തം ഇടട്ടെ അങ്ങ്. ചേച്ചി ബെസ്റ്റ് സഹായാണ് എന്റെ ഒപ്പം. ഓരോന്ന് ഇന്നൊന്നും തീരുവോ? മൂടി തരുമോ? മൂടി തരാലോ. അല്ല, ഇതാണ് മൂടി. ഓക്കെ, അടച്ചോ. അടക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞ ഇറക്കാറായി. ഓക്കെ. ഞാനിത് കുറച്ചും കൂടെ, അതായത് ആ തേങ്ങയുടെ ഫ്ലേവർ പിടിക്കണമെങ്കിൽ കുറച്ചു നേരം ഇതിങ്ങനെ ഇരിക്കണം. ഓക്കെ. അത് ഞാനിപ്പോ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം അടിയിലും പിടിക്കത്തില്ല. അപ്പൊ അതൊന്ന് ഇരുന്ന് കഴിയുമ്പോ കുറച്ചുകൂടെ നീരാവി വരും. ആ നീരാവിയുടെ ആ വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ. എന്നാലും ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടും. ഒരു പ്രൊഫഷണൽ കുക്ക് ആയാലോ. താങ്ക് യു. എന്ത് ചെയ്യാം. വെൽക്കം. ഇത്രയും കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോ ഈ സുഹൃത്തുക്കളുടെ അടുത്ത് അല്ലെങ്കിൽ കസിൻസിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോ അവർക്ക് പേടിയാവുന്നുണ്ടോ? സുഹൃത്തുക്കളുടെ അടുത്തും കസിൻസിന്റെ അടുത്തൊക്കെ പോകുമ്പോ പുല്ല് വിലയാ. ഒരു വിലയില്ല. ഞാനോട് അവരൊക്കെ വിളിച്ചു ചോദിക്കാം, സരിത ഇത് ഉണ്ടാക്കുമ്പോ എന്താ ആഡ് ചെയ്യണ്ടെന്നൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു ചോദിക്കായിരിക്കുന്ന. എനിക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുള്ളത് നാട്ടുകാർ കാണുമ്പോ ചേച്ചി അത് ഉണ്ടാക്കിയിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. മോളെ, അല്ല ഈ ഗെറ്റ് ടുഗദർ ഒക്കെ കൂടുമ്പോ തന്നെ ചേച്ചി അടുക്കളയിൽ തന്നെ ആയി പോകാറുണ്ടോ? പോകാറുണ്ട്. സ്ഥിരമാണ്. അതുകൊണ്ട് ഗെറ്റ് ടുഗദറിന് പോകുന്നില്ല എന്നുള്ള ഒരു ന്യൂസ് കേട്ട് നമുക്കൊട്ട് നുണ പറയാൻ പറ്റുമോ? കുക്കിംഗ് എനിക്ക് അറിയത്തില്ല. അതൊക്കെ വേറെ ഷോയാ. ലോകം മൊത്തം കണ്ടു. ഇനിയിപ്പൊ പറയാൻ പറ്റില്ല. പിന്നെ അതുമല്ല, വിരുന്നുകാരുടെ ബഹളമാ. ചേച്ചി ഒരു പ്രൊഫഷണൽ കുക്ക് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പെട്ടെന്ന് ഒരു ഈസി റെസിപ്പി, ഒരു ഡിഷ് ഓണസദ്യയെ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുക്കും. കിട്ടി. പരിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെക്കുക, അടുപ്പത്ത് വെക്കുക, ഒറ്റൊരു പീസില് പരിപ്പ് റെഡി. അത്രയല്ലേ ഉള്ളൂ. ഒറ്റ പീസില് പരിപ്പ് മാത്രം മതിയോ? സദ്യയിൽ ഒരു വിഭവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിഭവമാണ് ഞാനിപ്പോ പറഞ്ഞത്. വേറെ ഒന്നും ചേർക്കണ്ട. പരിപ്പിൽ മഞ്ഞപ്പൊടി പോലും ചേർക്കണ്ടല്ലോ. വേണ്ട, ഉപ്പ് പോലും ചേർക്കില്ല. കാരണം എന്താ പറയാ, സദ്യ കഴിക്കാനിരിക്കുന്നവര് വയസ്സായവരുണ്ടാവും, BP ഉള്ളവരുണ്ടാവും. മനസ്സിലായോ? ഈ പരിപ്പാണ് ഏറ്റവും വലിയ പ്രോട്ടീൻ. വെള്ളം നമ്മൾ ഇന്നത്തേക്ക് ഒഴിച്ചു. വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് നല്ല രസമുണ്ട്. ഓക്കെ.
പരിപ്പാണ് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പി. സദ്യയിൽ ഈസി റെസിപ്പിയുമാണ്, പ്രോട്ടീനുമാണ്. ഓക്കെ, പിള്ളേരുടെയൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അതെ, പ്രത്യേകിച്ച് എന്റെ മോന്റെ ശ്രദ്ധിക്കുക, പ്രോട്ടീനാണ്. മോനായിട്ട് യുദ്ധം ചെയ്യാറുണ്ടോ ഭക്ഷണത്തിന്റെ കാര്യത്തില്? ഭക്ഷണത്തിന്റെ ഇല്ലടാ, എന്ത് കൊടുത്താലും കഴിച്ചോളൂ. പാവം മോനാണ്. എന്ത് കൊടുത്താലും ഒരു പരാതിയിലാണ് കഴിച്ചോളും. പക്ഷെ എന്തെങ്കിലും ഒരു നോൺ വേണം എന്ന് മാത്രം. ഓക്കെ. ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ സരിത ചേച്ചി നമുക്ക് വേണ്ടി സ്നേഹത്തോടെ തയ്യാറാക്കിയ ക്യാബേജ് തോരൻ അല്ലേ? ക്യാബേജ് ക്യാരറ്റ് തോരൻ എന്ന് പറയാം നമുക്ക് അല്ലേ? നോക്ക് പടം നോക്ക്, മണം വരുന്നുണ്ട്. അതാ ഞാനിങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ തന്നോട് പൊക്കോളാം മട എന്നിലേക്ക് ഇങ്ങനെ തന്നോണ്ടിരുന്നതാണ്. പിന്നെ സെർവും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റേൺ രുചി ഓണത്തിലെ നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ റെഡി. നമുക്ക് വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ നിൽക്കുന്നൂലല്ല. പ്രഷർക്ക് അത് കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. അപ്പൊ ചേച്ചി സെർവ് ചെയ്താലോ? നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ റെഡിയായി കഴിക്കും. വാഴയിലേക്ക് വിളമ്പുമ്പോ നല്ല അല്ലേ? വാഴയിലേക്ക് വിളമ്പുമ്പോ എന്താ അതിന്റെ ഒരു ഭംഗി. ആ വാഴയിലത്തെ ആ ഒരു രുചിയും കൂടെ ഈ തോരനിലേക്ക് അങ്ങ് വരും. ആഹാ, എന്താ ഒരു പെർഫെക്ഷൻ. ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ സരിത ചേച്ചി നമുക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ ക്യാബേജ് ക്യാരറ്റ് തോരനാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ? അനുവാദത്തോടെ ഞാൻ ടേസ്റ്റ് ചെയ്യാണേ. ടേസ്റ്റ് ചെയ്യണോ ആദ്യം? ടേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രേക്ഷകർ എല്ലാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് സരിത ചേച്ചിയുടെ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്ന കണ്ടിങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. എന്തെങ്കിലും ആ കൈകളിൽ നിന്ന് എനിക്ക് ഒരു ഭക്ഷണം കിട്ടുമോന്ന്. കിട്ടി. ഓക്കെ, കൂടുതൽ കഥാപ്രസംഗം നടത്താതെ കഴിക്കാനായിരുന്നു. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. തൽക്കാലം ഈ താലം ഞാനൊന്ന് പറയട്ടെ, എനിക്ക് വെജിറ്റേറിയനിൽ അത്ര കൈപ്പുണ്യം ഇല്ല. ഞാനിപ്പോ കൈപ്പുണ്യം ഉണ്ടോ ഇല്ലോ എന്ന് ഞാൻ പറയാം. അടിപൊളി, പൊളി, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ഇറക്കിയിട്ടൊന്ന് പറയാമോ? നല്ല രുചിയുണ്ട്, നല്ല പാകത്തിന്. എനിക്ക് ആ ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നു. എന്തൊക്കെയോ ചെറിയുള്ളിയുടെ ആണോ സവോളയുടെ ഒക്കെ ഫ്ലേവർ. യൂഷ്വലി സവോള ചേർക്കാറുണ്ടോ? ഇല്ല, എല്ലാരും തോരൻ ചെയ്യുമ്പോ സവാള ചേർക്കില്ല. എല്ലാരും ഒട്ടുമിക്കൊരു ഈ തോരൻ ചെയ്യുമ്പോ ടേസ്റ്റ് വരില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാ വെളിച്ചെണ്ണയില് ഈ ക്യാരറ്റും ക്യാബേജും ഒക്കെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് അടച്ചു വെക്കുകയാണ് പതിവ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരാൻ കാരണം സവാള ആരും തോരനിൽ ഉപയോഗിക്കില്ല. ഈ സവാളയും കൂടി ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഞാൻ വെറുതെ പറയാലോ. അതെനിക്ക് അത് എടുത്തു നിന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരു പ്രത്യേക രുചിയും. അപ്പൊ ചേച്ചി അടുത്തൊരു ടിപ്പും കൂടെ, തോരനിൽ സവോള അധികം ചേർക്കാറില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കിടുക്കാച്ചി തോരൻ നമുക്ക് കഴിക്കാൻ പറ്റും. ആ സൂപ്പർ, താങ്ക് യു. സൂപ്പർ. വേണോ? കൊതി വരുന്നുണ്ടോ? ഇല്ല. കഴിക്കുന്ന കാണുമ്പോ ഒരു കൊതി വരുന്നുണ്ട്. സൂപ്പർ, താങ്ക് യു. താങ്ക് യു. നല്ല രുചി കേട്ടോ. താങ്ക് യു. എന്റെ ആഗ്രഹം അങ്ങ് നടന്നു. വയ്യ, നമുക്ക് മാറ്റി വെക്കാം, അല്ല ഞാൻ മൊത്തം ഇത് ഇനി കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ചേച്ചി പറഞ്ഞ ഈ ഒരു വ്യത്യസ്തമായ ടിപ്പ്, നമ്മൾ തോരനിൽ യൂഷ്വലി നമ്മൾ സവോള ചേർക്കാറില്ല, പക്ഷെ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അല്ലെ തോരനൊക്കെ രുചികരമാവും. അപ്പം അതുകൊണ്ടാണ് ചേച്ചിയുടെ ഈ ഒരു തോരൻ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഈസ്റ്റേൺ രുചിയോണത്തിൽ വരുന്ന ഓരോ സെലിബ്രിറ്റീസും ഉണ്ടാക്കുന്ന ഓരോ ഡിഷസും അവരുടെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്ത് വരുമ്പോഴത്തേനും അത് ഒരു അടിപൊളി ഡിഷായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേച്ചി താങ്ക് യു സോ മച്ച്. അടിപൊളിയാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ല. യൂഷ്വലി ഞാൻ തോരൻ ഫാൻ അല്ല, ഒഴിച്ചുകൂട്ട് കറിയാണ് എന്റെ ഫേവറേറ്റ്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയാ, ഫ്ലേവേഴ്സും എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. ഈസ്റ്റേൺ രുചിയോണത്തിന്റെ ഇന്നത്തെ വിഭവം ചേച്ചി അടിപൊളിയാക്കി. അത് പ്രേക്ഷകരും ഇപ്പൊ എല്ലാം നോട്ട് ചെയ്യണം. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ സവോള നിങ്ങൾ എന്തായാലും ഇൻഗ്രീഡിയൻസിൽ നോട്ട് ചെയ്ത് വെക്കണം അല്ലേ? ഓക്കെ, ചേച്ചിക്ക് പ്രേക്ഷകരോട് ഇനി എന്താ പറയാനുള്ളേ?
എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അല്ല ഓണല്ലേ, ഓണൊക്കെ ആകുമ്പത്തേന് പ്രഷറോട് ചേച്ചിക്ക് മനസ്സ് തുറക്കാനുണ്ടാവും. എന്റെ പ്രഷർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചിയുടെ മനസ്സ് തുറക്കാൻ. മനസ്സ് ഞാൻ തുറക്കട്ടെ. ഇത് നമ്മളെ ഓണത്തിന് ഓരോ വിഭവം ഉണ്ടാക്കുമ്പോഴും അതിന് പ്രത്യേക രുചി വരണമെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ ഉപയോഗിച്ചാൽ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ഓക്കെ, ഈസ്റ്റേന്റെ ആണ് നമ്മുടെ ഈസ്റ്റേൺ രുചിയോണത്തിൽ മൊത്തം ഈസ്റ്റേൺ ആണ് നമ്മൾ ഞാൻ എന്റെ വീട്ടിലെല്ലാം ഈസ്റ്റേൺ തന്നെയാണ്. ഓക്കെ, ഞാനും അതെ, എന്റെ വീട്ടിലെല്ലാം ഈസ്റ്റേൺ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഈസ്റ്റേൺ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ അടിപൊളി തോരൻ ഉണ്ടാക്കി തന്ന ചേച്ചിക്ക് ഈസ്റ്റേന്റെ വക ഒരു സമ്മാനം ഇരിക്കട്ടെ. ആണോ? യെസ്, ഒരു ഹാമ്പർ ആണ്. ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. അപ്പം ഒരുപാട് നല്ല നല്ല വിഭവങ്ങളായിട്ടാണ് ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. അപ്പൊ വാഴയിലയിലെ ഒരു പ്രധാന വിഭവമാണ് സരിത ചേച്ചി നമുക്ക് വേണ്ടി തയ്യാറാക്കിയത്. അപ്പൊ ഇനിയും അടിപൊളി വിഭവങ്ങളായിട്ട് അടിപൊളി സെലിബ്രിറ്റീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. ചേച്ചി, അപ്പൊ നമുക്ക് പറഞ്ഞാലോ? യെസ്, അമൃത ടിവി ഓണം വന്നേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കി വിജയിച്ച അവിയലിന്റെ ഒരു റെസിപ്പിയാണ്. ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരൊളി കണ്ടേനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക്, വെള്ളിക്കിണ്ണം തുള്ളിത്തോളും പുന്നച്ചേല്. ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈസ്റ്റേൺ രുചി ഓണത്തിന്റെ അവിയല് മഞ്ജുരി ചേച്ചി നമുക്ക് വേണ്ടി തയ്യാറാക്കിയ സ്പെഷ്യൽ അവിയലാണ്. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കി ഇനി നമുക്ക് മഞ്ജുരി ചേച്ചിയുടെ അവിയല് സെർവ് ചെയ്യാം. ഓക്കെ, കൈ കൊണ്ട് എടുത്ത് ഇതും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കഴിക്കാണ്. ഒരു പിടി അങ്ങിപ്പിക്കുക. കേട്ടിട്ടുണ്ട്